ഇന്നലെ എന്തോ ഒരു സുഖമില്ലാത്ത ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് അങ്ങ് അമ്പലത്തിൽ പോകാൻ തോന്നി. അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. മോളെ കൊണ്ടുപോയില്ലായിരുന്നു. രാവിലെ പോയിട്ട് ആൾക്ക് ഉറക്കം എണിക്കാൻ ഇച്ചിരി മടിയായതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. നേരെ അമ്പലത്തിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ചിറങ്ങി. എനിക്ക് അമ്പലക്കുളത്തിലൊന്നും ഇറങ്ങിയില്ലെങ്കിൽ ഒരു സുഖം കിട്ടത്തില്ല. പണ്ട് കൊച്ചുനാളിൽ കുറേ താമരപ്പൂവൊക്കെ പിച്ചാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ പോകത്തില്ല കേട്ടോ. നിറയെ വെള്ളമൊക്കെ നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പേടിയാണ്. പിന്നെ വേഗം വീട്ടിൽ വന്നിട്ട് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴി വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സുപ്രീമിൽ കയറി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ കാണിച്ച ചന്ദനത്തിരിയും പിന്നെ സോയാബീനും കുറച്ച് വെളുത്തുള്ളിയും. അത് വെളുത്തുള്ളി കേട്ടോ. ഞാനാണെങ്കിൽ പാക്കറ്റൊക്കെ അയച്ച് നോക്കുക അതെന്തുവാ അന്നേരം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി വെളുത്തുള്ളിയാണ്. അങ്ങനെ വെളുത്തുള്ളിയും പിന്നെ എന്താ വാങ്ങിയേ, പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കുറച്ച് അരി ഇരിപ്പുണ്ട് പായസത്തിൻ്റെ. അതെന്നിട്ട് ഞാൻ വെച്ച് എപ്പോഴേലും പായസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഏലക്കയും മുന്തിരിങ്ങയും അതെല്ലാം കൂടെ മേടിച്ച് പിന്നെ വിളക്ക് കത്തിക്കാനുള്ള ചന്ദനത്തിരിയും. പിന്നെ ഇന്നലെയാണ് മോൾക്ക് പുട്ട് വേണമെന്ന് പറഞ്ഞു. പുട്ടുപൊടി ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കി കൊടുത്തത്. അന്നേരം എന്നോട് പറഞ്ഞു വെളുത്ത പുട്ടാമ്മ വേണ്ടേന്ന്. അവളെ വിഷമിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വെള്ളപ്പുട്ടുപൊടിയും ചുമന്ന പുട്ടുപൊടി എല്ലാം മേടിച്ചു. പിന്നെ ഒരു പ്രഥമൻ്റെ അടയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തിനാണ് മേടിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. എപ്പോഴെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ ഇച്ചിരി പരിപ്പ് മേടിച്ചു. പരിപ്പ് വെച്ചാൽ മോൾ ഇഷ്ടം പോലെ കഴിച്ചോളൂ. അങ്ങനെ പരിപ്പും പിന്നെ നമ്മുടെ പായസത്തിൽ ഇടാനുള്ള സാബുദാന എന്താ പറയുന്നത്, ചവ്വൂരിയും പിന്നെ വിളക്കെണ്ണയും അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ ഹോർലിക്സ് മേടിച്ച്. ഇന്നലെ ആണെങ്കിൽ അവളങ്ങനെ പാൽ കുടിക്കാറില്ല. അപ്പം വൈകുന്നേരം അമ്മ വിളിച്ചപ്പം മാമൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ എനിക്കും പാൽ വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരാമല്ലോ, പക്ഷേ എനിക്ക് ഹോർലിക്സും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മേടിച്ചത് ഹോർലിക്സ്. പിന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് സാധനം മേടിച്ചു. ഈ ഒരു മാങ്ങയ്ക്ക് 150 രൂപ, നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും 150 രൂപ. പിന്നെ കുറച്ച് മുന്തിരിയും മേടിച്ചു. നല്ല വലിയ മുന്തിരിങ്ങയായിരുന്നു. അതിന് 540 രൂപ കിലോ. അതും കുറച്ച് ഇച്ചിരി മേടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വന്നപ്പോഴത്തേക്കും മാങ്ങയൊക്കെ ഞെക്കി പുളുങ്ങി ചങ്ങിയിരുന്നായിരുന്നു, കാരണം എല്ലാം അമിങ്ങിയിരുന്നിട്ട്. പിന്നെ ഞാൻ എവറസ്റ്റ് കയറി 3 മുട്ട പപ്സും ഒരു ബനാന പപ്സും പിന്നെ കുറച്ച് സ്നാക്സും അലുവയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് അലുവ, അത് വായിട്ടാൽ അലിഞ്ഞു പോവും. ഞാൻ എപ്പോഴും മേടിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ചിപ്സും മസാല മുറുക്കും ചക്കവറ്റിലും പിന്നെന്താ അല്ലാണ്ട് നമ്മുടെ സാധാ മുറുക്കും ഇതൊക്കെയാണ് ഞാൻ മേടിച്ചേട്ടോ. അപ്പം ഇത്രയും മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നല്ലൊരു ബഡ്ജറ്റായി. പക്ഷേങ്കിൽ ഇത് ഒറ്റയടിക്ക് തിന്ന് തീർക്കാനുള്ളതല്ലേ, ഒരാഴ്ചത്തേക്കോ 1.5 ആഴ്ചത്തേക്കൊക്കെ വെച്ചിട്ട് കുറച്ച് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച്. അങ്ങനെ ഇത്രയും സാധനങ്ങൾ മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.